വെൽക്കം ബാക്ക്. എലമെന്റൽ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കറ്റ് മേക്കേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഈ വേർഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ മേക്ക് ചെയ്യുന്ന ആൾക്കാരെന്നല്ലേ അതിന്റെ അർത്ഥം. അതേപോലെ തന്നെയാണ്, സെയിം മീനിങ് ആണ്. മാർക്കറ്റിനെ മേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മാർക്കറ്റ് മേക്കേഴ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു എന്താ പറയാ, റിലയൻസിന്റെ സ്റ്റോക്ക് പ്രൈസ് വലുതാക്കാനും ചെറുതാക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ₹1 കൂട്ടാനോ അല്ലെങ്കിൽ ₹1 താഴ്ത്താനോ എന്താ പറയാ, അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇത്രയും പൈസ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയാ, വലിയ വലിയ കമ്പനികൾ ഉണ്ടാവുമല്ലോ, കോടികൾ ആസ്തികളുള്ള, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഓരോരോ സ്റ്റോക്കിന്റെ പ്രൈസ് കൂട്ടാനും കുറക്കാനും പറ്റും അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് മേക്കേഴ്സിന്റെ എന്താ പറയാ, കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റോറി അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. അവരുടെ അടുത്ത് ഇപ്പോ ഒരു എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക. എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സാധനം വാങ്ങണം. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്ന എക്സാമ്പിൾ റിലയൻസ് ആയതുകൊണ്ട് റിലയൻസിന്റെ സ്റ്റോക്ക് എ എന്ന് പറയുന്ന വ്യക്തിക്ക് വാങ്ങണം. അതിപ്പോ ലെറ്റ്സേ ഒരു ₹10 റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങേണ്ടതെന്ന് വിചാരിക്കുക. ആർക്ക്? നമ്മുടെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് റിലയൻസിന്റെ സ്റ്റോക്ക് ₹10 വാങ്ങണം. ഓക്കെ, ഇയാൾ ആരാണപ്പോ? നമുക്കറിയാം, ഇയാളെ നമ്മൾ ബയ്യർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവരെ ബയ്യർ എന്നാണ് പറയുന്നത്. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഓൾറെഡി റിലയൻസിന്റെ സ്റ്റോക്ക് കൈവശമുണ്ട്. ഓക്കെ, കയ്യിലുണ്ട്. ഈ സംഭവം എന്ത് ചെയ്യണം? പുള്ളിക്കാരന് വിൽക്കണം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് റിലയൻസിന്റെ സ്റ്റോക്ക് സെല്ല് ചെയ്യണം. ഇയാളെ നമ്മൾ എന്താ പറയുന്നത്? സെല്ലർ എന്നാണ് പറയുന്നത്. ഓക്കെ, സെല്ലർ. അപ്പോ ഇവിടെ എന്താണ്? ഇയാൾക്ക് വിൽക്കേണ്ട പ്രൈസ് ഉണ്ട്. അതായത് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ₹10 വിചാരിക്കുക. ഇവിടെ ബി എന്ന് പറയുന്ന വ്യക്തി റിലയൻസിന്റെ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറായിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ₹15. അപ്പോ ഇവർ രണ്ടുപേരും മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ എങ്കിൽ ഇവരുടെ എന്താ പറയാ തീരുമാനം, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിനെ കുറിച്ചുള്ള തീരുമാനം ഫിക്സഡ് ആണെങ്കിൽ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കും എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ. അതായത് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്, ഇതിലൊരു മാറ്റവും. റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ ₹10 വാങ്ങുള്ളൂ, ബി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ₹15 വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും കച്ചവടം നടക്കുമോ? ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് നമുക്ക് ഇവിടെ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. അതായത് മാർക്കറ്റ് മേക്കേഴ്സിന്റെ മെയിൻ ആക്ഷൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിന്റെ ഒരു ഡിഫറൻസ് കാണാം. ഈ ഒരു 15 എന്ന് പറയുന്നതും ഈ ഒരു 10 എന്നും പറയുന്ന ഡിഫറൻസ് ₹5 വ്യത്യാസമല്ലേ? ഈ ₹5 അതായത് ഈ 10ഉം 15ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ₹5 അല്ലേ? ഈ ₹5 നമ്മൾ പറയുന്നത് സ്പ്രെഡ് എന്ന്. ഓക്കെ, സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതിനെയാണ്. അതായത് ഇതിന് ഈ ഒരു പ്രൈസിനെയും ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്ന മാർക്കറ്റിലെ സ്പ്രെഡ്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സസിലൊക്കെ പഠിക്കും. സ്പ്രെഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒരു സെല്ലർ പറയുന്ന പ്രൈസും ഒരു ബയർ പറയുന്ന പ്രൈസിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ബയർ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രൈസ്, അതായത് ഒരു സ്റ്റോക്ക് ഇപ്പൊ റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ₹10. ഈ ഒരു ₹10 നമ്മളൊരു പേര് പറയും. ഇതിനെയാണ് നമ്മൾ ബിഡ് എന്ന് പറയുന്നത്, ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബയ്യറിന് ഓഫർ ചെയ്യാനുള്ള പ്രൈസ്, അല്ലെങ്കിൽ ബിഡ് ചെയ്യുക, എന്താ പറയാ, നമ്മൾ ഇപ്പൊ ബിഡ് എന്നൊക്കെ പറയുന്നത് ലേലമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ പ്രൈസിന് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രൈസ്, ബിഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു സെല്ലർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ഉണ്ട്. ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ പറയുന്ന പേരാണ് ആസ്ക് പ്രൈസ്, അതായത് ചോദിക്കുന്ന വില. ഈ ഒരു സെല്ലർ ചോദിക്കുന്ന വിലയാണ് ആസ്ക് പ്രൈസ്. അപ്പോ ഇത് തമ്മില്, അതായത് ആസ്കും ബിഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോ ആസ്ക് മൈനസ് ബിഡ് ഈക്വൽ ടു സ്പ്രെഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ ടേംസിന്റെ പേരാണ്. അതായത് ബയർ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ നമ്മൾ ബിഡ് എന്നും പറയും, സെല്ലർ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ നമ്മൾ ആസ്ക് എന്നും പറയും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്താ പറയുന്നത്? സ്പ്രെഡ് എന്നും പറയും. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോഴാണ് മാർക്കറ്റ് മേക്കേഴ്സ് ആക്ട് ചെയ്യുന്നത് തന്നെ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കാണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് മേക്കേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ഇവര് നേരെ നമ്മുടെ ഈ ഒരു സെല്ലർ ഉണ്ടല്ലോ, സെല്ലറിന് ₹15 റിലയൻസിന്റെ സ്റ്റോക്ക് വിൽക്കണം. എന്ത് ചെയ്തു? മാർക്കറ്റ് മേക്കേഴ്സ് ഈ റിലയൻസിന്റെ സ്റ്റോക്ക് ₹15 വാങ്ങിയിട്ട്
എന്ത് ചെയ്തു, പൈസ കൊടുത്തു ഇവർക്ക്. ഓക്കെ, അപ്പൊ എന്തായി, സെല്ലർ ഹാപ്പിയായി, സെല്ലറിന്റെ പരിപാടി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബയ്യറിന് റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങണം. അപ്പൊ മാർക്കറ്റ് മേക്കർ എന്ത് ചെയ്തു, റിലയൻസിന്റെ സ്റ്റോക്ക് ഒരെണ്ണം കൊടുത്തു. അപ്പൊ ഒരു 10 രൂപ എന്ത് കിട്ടി, മാർക്കറ്റ് മേക്കറിന് കിട്ടി. അതായത് വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഒരാളെടുത്ത് നിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്തു, ഇയാൾക്ക് കൊടുത്തു. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും, ഇവിടെ മാർക്കറ്റ് മേക്കേഴ്സിന് -5 അല്ലേ? അതായത് ഇവിടെ 5 രൂപ നഷ്ടമല്ലേ? ആദ്യം 15 രൂപക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് 10 രൂപക്കാണ് മാർക്കറ്റ് മേക്കേഴ്സ് കൊടുത്തതെന്ന് നിങ്ങൾ എല്ലാവരും പറയും. അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് T1 എന്ന് പറയുന്ന ഒരു സമയത്താണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. T2 എന്ന് പറയില്ല, അല്ലെങ്കിൽ T0 എന്ന് പറയുന്ന ഒരു സമയത്ത്, ഇതിനു മുമ്പ് ഒരു സമയത്ത് എന്താ ഉണ്ടായിരുന്നു, സിയും ഡിയും ഇതേപോലെ ഒരു ക്ലാസ് നടത്തിയായിരുന്നു. ഓക്കെ, സിയും ഡിയും ഇതേപോലത്തെ ഒരു ക്ലാസ് നടത്തിയായിരുന്നു. അവിടെ പ്രൈസ് എന്തായിരുന്നു, കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു, താഴെയായിരുന്നു. ഈ ഒരു പ്രൈസ് ഇപ്പൊ ഒരു 10 എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടെ ആവറേജ് പ്രൈസ്. അവിടെ എന്തായിരിക്കും, ചിലപ്പോ എന്താണ്, സി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോ 5 രൂപയായിരിക്കും. എന്താണ്, ഡി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്തായിരിക്കും, ചിലപ്പോ 7 രൂപയായിരിക്കും. അതായത് സി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് 5 രൂപക്കും ഡി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 7 രൂപക്കും. അവിടെ മാർക്കറ്റ് മേക്കേഴ്സ് എന്ത് ചെയ്യും, ഈ ഡിയുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യും, റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങിയിട്ട് പൈസ കൊടുക്കും. അപ്പോൾ ഓൾറെഡി ഇവിടെ 7 രൂപക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട്. അതായത് മാർക്കറ്റ് മേക്കേഴ്സിന്റെ കയ്യിൽ റിലയൻസിന്റെ സ്റ്റോക്ക് 7 രൂപക്ക് കിടപ്പുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇയാളെയും എന്ത് ചെയ്യും, മാർക്കറ്റ് മേക്കർ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് നമ്മൾ വലിയ നോക്കണ്ട, ഇതിന് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നടക്കുമ്പോഴാണ് ഇയാൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പോൾ ഇവിടെയും മാർക്കറ്റ് മേക്കേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബയ്യറിന്റെ 5 റുപ്പീസിന് വാങ്ങാൻ, അതായത് ഈ ഒരു നമ്മുടെ റിലയൻസിന്റെ സ്റ്റോക്ക് 5 റുപ്പീസിന് കൊടുത്തിട്ട് ഈ 5 റുപ്പീസ് വാങ്ങി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഹോൾ കോൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ ജസ്റ്റ് ഇയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഡി ഓൾറെഡി റിലയൻസിന്റെ സ്റ്റോക്ക് 7 രൂപക്ക് എന്ത് മാർക്കറ്റ് മേക്കേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 7 രൂപക്ക് മേടിച്ചു വെച്ചേക്കുന്ന മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ റിലയൻസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് മേക്കേഴ്സ് എന്ത് ചെയ്യും, നേരെ ആർക്ക് കൊടുക്കും, എക്ക് കൊടുക്കും. അപ്പൊ അവിടെ ഓൾറെഡി ഇവർക്ക് എന്താണ്, 3 രൂപ ലാഭമാണ് അല്ലെ? ഇവിടെ 7 രൂപക്ക് വാങ്ങിച്ച റിലയൻസിന്റെ സ്റ്റോക്ക് ഇവിടെ 10 രൂപ കൊടുത്തപ്പോ ഇവിടെ 3 രൂപ ലാഭമായി അല്ലെ? ഇനി ഈ 15 രൂപക്ക് ഇത് മേടിച്ചത് എന്ത് ചെയ്യും ഇവര്, ഇനി ചിലപ്പോ T2 എന്ന് പറയുന്ന ഒരു സമയം വരും. T2 എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ ഇത് എന്താ പറയാ, അടുത്ത ആള് EF എന്ന് പറയുന്ന ഒരാളുണ്ടാകും. ചിലപ്പോ എന്തായിരിക്കും, ഇത് ചിലപ്പോ ഇതിലും പ്രൈസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ചിലപ്പോൾ 20 രൂപയായിരിക്കും. ഇവിടെ എന്താണ്, വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് 21 രൂപ 22 രൂപ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ഓൾറെഡി 15 രൂപക്ക് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഈ ഒരു പ്രൈസിൽ മേടിച്ചു വെച്ചേക്കുന്നത് എന്ത് ചെയ്യും, ഇവര് നേരെ നമ്മുടെ ഇക്ക് കൊടുക്കും. അപ്പൊ എന്താകും, നമ്മുടെ മാർക്കറ്റ് മേക്കേഴ്സ് പ്രോഫിറ്റിലാകും അല്ലെ? അതായത് ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് സിംപിളി വേറെ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ഡി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും ഓരോ സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കാണ്ടിരുന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, 15 രൂപക്ക് മാർക്കറ്റ് മേക്കർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് 10 രൂപക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, ഇവിടെ 5 രൂപ നഷ്ടമല്ലേന്ന്. പക്ഷെ അത് എങ്ങനെയാണ് ഇവർ നികത്തുന്നത്? നേരത്തെ കുറച്ച് നാൾക്ക് മുമ്പ് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് 7 രൂപക്ക് റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇവർക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെയും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇയും എഫും തമ്മിൽ ഇതേപോലത്തെ ഒരു ക്ലാഷ് വന്നു. അങ്ങനത്തെ ക്ലാഷ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി ഈ ഒരു 15 രൂപക്ക് മേടിച്ചു വെച്ചേക്കുന്ന റിലയൻസിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്തു, നേരെ ഇക്ക് കൊടുത്തു. ഇങ്ങനെയാണ് മാർക്കറ്റ് മേക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇവരാണ് നമ്മുടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇവർ ആരൊക്കെയാവാം? ഇവർ ചിലപ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ബാങ്ക്സ് ആവാം, ചിലപ്പോൾ ബ്രോക്കർ തന്നെ ആവാം. അപ്പോ ഇവരുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. അപ്പോ ഇവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്താണ്? അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു സാധനം വിൽക്കാൻ ആഗ്രഹമുണ്ട്, അത് പടപടേന്ന് നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരും. അതായത് ഇപ്പോ എന്താ പറയാ, 2-3 ആൾക്കാരെ ഉള്ളെങ്കിൽ അവർ ഇത്തിരി സ്റ്റബേൺ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ കച്ചവടം നടക്കില്ല. അവിടെയാണ് മാർക്കറ്റ് മേക്കേഴ്സിന്റെ യൂസ് വരുന്നത്. അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ സ്പ്രെഡ് പരമാവധി കുറക്കാൻ വേണ്ടി മാർക്കറ്റ് മേക്കേഴ്സ് നോക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്നാണ് ഇവർ ലാഭം എടുക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇവര് എന്താ പറയാ, സ്പ്രെഡ് പരമാവധി നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ട്
നിൽക്കാൻ വേണ്ടി നോക്കും. പിന്നെ ഡിലേസ് ഓർഡർ, അതായത് ഈ ഓർഡേഴ്സിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ഒരു ബൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ നെക്കി നമ്മുടെ ബ്രോക്കറിൽ, അത് എന്താ പറയാ പെട്ടെന്ന് ഡിലേ ഇല്ലാണ്ട് നടക്കാൻ വേണ്ടി ഇവരൊരു വലിയൊരു റോൾ എടുക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് മേക്കേഴ്സിനെ കുറിച്ച് ഇത്രോ പറയാനുള്ളൂ. അവർ മാർക്കറ്റിനെ മൂവ് ചെയ്യും, ഇങ്ങനെ ഒരു സ്പെസിഫിക് രീതിയിലായിരിക്കും. നമ്മളെക്കാൾ കൂടുതൽ, അതായത് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവരാണ്. പക്ഷെ ഈ റിസ്ക് എടുക്കാൻ കാരണം എന്താണ്? അവർക്കറിയാം എവിടേക്കാണ് മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഇതിന്റെ പ്രീ ഹിസ്റ്ററിയിൽ സപ്ലൈ ഉള്ളതും അതേപോലെ തന്നെ ഡിമാൻഡ് ഉള്ളതും എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് മേക്കേഴ്സിന് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇത്രയും റിസ്ക് എടുത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ മാർക്കറ്റ് മേക്കേഴ്സിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾ വീഡിയോസ് എന്താ പറയാ കൃത്യമായിട്ടും അതേപോലെ തന്നെ നോട്ട്സും മെയിൻറ്റെയിൻ ചെയ്ത് കാണാം. ടേക്ക് കെയർ, ബൈ.